നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം അടയാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദ്രുതഗതിയിലാണ് നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻസോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോകാൻ ഗ്രീൻ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞു. ഹുലിയൻ അൽവാരസിൻ്റെ ട്രാൻസ്ഫർ സാഗ അങ്ങനെ തന്നെ തുടരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ബലേബയെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്തു. നിക്കോ ഗോൺസാലസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനു വേണ്ടി ന്യൂകാസിൽ യുണൈറ്റഡ് നടത്തിയ നീക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അതിവേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. നമുക്ക് ഇന്നലെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്ന ബലേബയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. കാർലോസ് ബലേബ ഇതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയിരിക്കുകയാണ്. കാമറൂണിയൻ മധ്യനിര താരത്തെ 65 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിനാണ് അവരെത്തിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഏതായാലും മധ്യനിരയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കരുത്തു പകരാൻ ബലേബക്കാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അതേസമയം നിക്കോ ഗോൺസാലസിൻ്റെ കാര്യത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് താരത്തെ എത്തിക്കുന്നു. ഇന്നലെ മെഡിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. 50 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് എന്ന് പറയാം. 47 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് പ്ലസ് 3 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് ആഡ് ഓൺ കൂടി ചേർത്തിട്ടാണ് അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ സിറ്റി കൊടുക്കുന്നത്. പുതിയ ക്ലബിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. സോ നിക്കോ ഗോൺസാലസ് ടു ന്യൂകാസിൽ യുണൈറ്റഡ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിക്ലാസ് ജാക്സൻ്റെ കാര്യമാണ്. ആസ്റ്റൺ വില്ല തന്നെയാണ് താരത്തിനായിട്ട് ഇപ്പോഴും മുന്നിലുള്ളത്. ആസ്റ്റൺ വില്ലയാണ് ഏതായാലും ഇപ്പോൾ പ്രയോറിറ്റി ടാർഗറ്റ് എന്ന് പറയാം. ജാക്സൺ ആസ്റ്റൺ വില്ലയിലേക്ക് ജോയിൻ ചെയ്യാൻ ഓപ്പണുമാണ്. അതേസമയം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു കോൺടാക്റ്റ് ലാസ്റ്റ് വീക്കിൽ നടത്തിയിട്ടുണ്ട്. ഏതായാലും അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും താരത്തെ ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ചെൽസി തീരുമാനിച്ചിട്ടുള്ളത്. സോ ആസ്റ്റൺ വില്ലയിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്നർത്ഥം. യുവൻറ്റസ് ഇതാ ഫ്രാങ്ക് കെസ്സിയെ എത്തിക്കുന്നതിനായിട്ടുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഡീല് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ് അവരുള്ളത്. കോൺട്രാക്റ്റ് ടേംസ് ഓൾറെഡി ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആർദർ ഇതാ പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ മെഴത്തി ബെസിക്ടാസിലേക്ക് പോകുന്നു. സോ കെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുന്നിൽ 2 പ്രപ്പോസൽസ് സൗദിയിൽ നിന്നുമുണ്ട്. അൽ ഇത്തിഹാദ് എന്തായാലും ഒരു ആൻസറിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് യുവൻറ്റസ് താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലവിൽ നിൽക്കുന്നത്. എന്നാൽ ചെൽസിയിൽ നിന്ന് ലിയാം ഡിലാപ്പിനെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഷുവർ ഫയർ കാറ്റഗറിയിലേക്ക് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 45 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടാണ്. ഏതായാലും അത് ടെലിഗ്രാഫാണ് അക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കി ഫോർമൽ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഇനി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് ജോയിൻ ചെയ്യും. എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ എൻസോ ഫെർണാണ്ടസിന് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ഉടൻ തന്നെ പുതിയ ഒഫീഷ്യൽ ബിഡ് സമർപ്പിക്കും എന്നാണ് റിപ്പോർട്ട്. താരം ഏതായാലും അതിന് പച്ചക്കൊടി കൊടുത്തിട്ടുണ്ട്. എൻസോ ഫെർണാണ്ടസ് ഹാവ് ഹിസ് ഗ്രീൻ ലൈറ്റ് ടു മാഞ്ചസ്റ്റർ സിറ്റി ആസ് ഈസ് ഓപ്പൺ ടു മൂവ് ആൻഡ് റീജോയിൻ എൻസോ മാരേസ്ക എന്ന് ഫബ്രീസിയോ റൊമാനോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മാരേസ്കയുമായിട്ട് അദ്ദേഹം റീജോയിൻ ചെയ്യാനുള്ള സാധ്യത തെളിയുന്നു. സിറ്റിയിലേക്ക് അദ്ദേഹം ചേക്കേറുന്നു എന്നർത്ഥം. ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ കാര്യത്തിൽ അദ്ദേഹം അൽ ഹിലാലിലേക്കാണ് പോകുന്നത്. മൂവ് ഫൈനൽ സ്റ്റേജിലാണ്. 65 മില്യൺ യൂറോയുടെ മുകളിലുള്ള ഒരു പാക്കേജിനായിരിക്കും താരത്തെ ആഴ്സണലിൽ നിന്ന് അവർ സ്വന്തമാക്കാൻ പോകുന്നത്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ഗബ്രിയലാണ് ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എടുക്കേണ്ടത്. അദ്ദേഹം പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ഒരു കാര്യം ലുക്കേബയുടേതാണ്. കസയോ ലുക്കേബ ടു ബാഴ്സലോണ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രൂപത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒരു തീരുമാനം ആയിട്ടില്ല. ഒരു ഫൈനൽ ടോക്ക് സംഭവിച്ചിട്ടില്ല. ദ സെൻറ്റർ ബാക്ക് ഹാസ് ബീൻ ഓഫേർഡ് ടു ബാഴ്സ. അത് ശരിയാണ്. പക്ഷേ ഒരു ടോക്കും ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നിട്ടില്ല എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഗോൺസാലോ ഇനാസിയുടെ കാര്യത്തിലും പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു കാര്യം ഹുലിയൻ അൽവാരസിൻ്റേതാണ്. ഹുലിയൻ അൽവാരസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാലോ, താരത്തിനായിട്ട് സ്റ്റിൽ ആഴ്സണൽ രംഗത്തുണ്ട്. വളരെ താല്പര്യത്തിലാണ് അവർ നിൽക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി താരം
ഇപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 150 മില്യൺ യൂറോ വരെ താരത്തിനായിട്ട് കൊടുക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് അവർ സ്റ്റിൽ കോൺടാക്റ്റിലാണ്. അവർ അറിയിക്കുന്നത് ഹുലിയൻ അങ്ങനെ ഒരു മൂവ് ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തങ്ങളെ നിർബന്ധമായിട്ടും ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ആഴ്സണൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഫബ്രീസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ട്രാൻസ്ഫേഴ്സ് ആകെ ഇങ്ങനെ നീണ്ടുപോകുന്നു. ഒരേ ഒരു ആവശ്യമേ ഹൂലിയനുള്ളൂ. പുറത്തു പോവുകയാണെങ്കിൽ അത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ബാഴ്സലോണയിലേക്കായിരിക്കും, മറ്റെവിടേക്കും പോവില്ല എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു പുതിയ സ്ട്രൈക്കറെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും അത്ലറ്റിക്കോ മാഡ്രിഡ്. ഹുലിയൻ പോവുകയാണെങ്കിൽ അവർക്ക് സ്ട്രൈക്കർ എന്തായാലും വേണമല്ലോ. സോ യുവൻറ്റസിനോട് അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ജൊനാഥൻ ഡേവിഡിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ ബിഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. നെഗോസിയേഷൻസ് നടക്കുന്നു. ഏതായാലും ഒരു ഡീൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് നിലവിൽ അവർ മുന്നോട്ട് വെക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഗോൺസാലോ ഇനാസിയോയുടെ കാര്യമാണ്. ബിഹൈൻഡ് ദി സീനിൽ ഗോൺസാലോ ഇനാസിയോയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സോ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു എക്സിറ്റ് പോസിബിൾ തന്നെയാണ്. ഇനാസിയോയുടെ ഏജൻറ്റ് മിഗ്വൽ പിഞ്ഞോ വർക്കിംഗ് ഓൺ പോസിബിൾ പ്രപ്പോസൽ ഓൺ സ്പോർട്ടിംഗ് ടേബിൾ ടു അറൈവ് ദിസ് വീക്ക്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ബാഴ്സലോണയുമായിട്ട് ഇതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. then അഡാമ ട്രയോറെ സ്പെയിനിലേക്ക് എത്തുന്നു. അദ്ദേഹം ഡിപ്പോർട്ടീവ എക്വഡോനയുടെ താരമായിട്ട് മാറാൻ പോവുകയാണ്. ഒരു തവണ വീണ്ടും പ്രൊമോഷൻ കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടല്ലോ, ലാലിഗയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ആ ഒരു നീക്കം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ അദ്ദേഹം അവർക്ക് വേണ്ടി കളിക്കാനാണ് സാധ്യത. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.